ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നല്ല മഴയൊക്കെ ആയിരുന്നു അല്ലേ. അതിന് ശേഷം ഇതാക്കണോ ഇപ്പോൾ വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ആ മഴയത്തെ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മളെ മുറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ പരന്ന് കിടക്കുകയായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട് മുറ്റടി ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും രാവിലെ കുറച്ച് വളർച്ചയുള്ള സമയത്ത് തന്നെ ഇതാക്കണോ ഞാനൊരു ചൂലിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴയത്ത് മുറ്റടിക്കൽ പോയിട്ട് പുറത്തേക്കും കൂടി ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അല്ലേ. എന്തായാലും ഇന്ന് രാവിലെ ഒരു വെളിച്ചമൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇതാക്കണോ ഒന്ന് നല്ലോണം ഒന്ന് വൃത്തിയിലൊന്ന് അടിച്ചു വാരി കൊടുക്കട്ടെ കേട്ടോ. നല്ല ചണ്ടി ചമ്മൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കണോ ഏട്ടനും കൂടി ഒന്നോട് കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മളാ മുറ്റത്ത് ഒന്നാമത് ചണ്ടി ചമ്മലൊക്കെ ആവുന്നത്, ഒന്നാമത് റബ്ബറുണ്ട്, പിന്നെ കുറേ പ്ലാവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നല്ല രീതിയിൽ തന്നെ കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ചണ്ടി ചമ്മലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം നല്ല അടിച്ചു വാരി വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മനസ്സുഖമാണ്. ഉമ്മറ മുറ്റൊക്കെ ഒന്നുണ്ട് വൃത്തിയായി കഴിഞ്ഞാൽ. പിന്നെ കുറേ കൂട്ടുകാർക്ക് നമ്മളെ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ കുറച്ച് ദിവസമായിരുന്നു ഇപ്പോൾ ക്ലീനിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അല്ലാതെ തന്നെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പോവുമായിരുന്നു. ഇന്നെന്തായാലും നിങ്ങളൊക്കെ ഉള്ള ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ, ചെറുതായിട്ടൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മളെ ചുമരുമ്മയ്ക്കൊക്കെ ചളി തെറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ വെള്ളം എടുത്തതിന് ശേഷം അവിടെ ഒക്കെ ഒന്ന് കഴുകി കൊടുക്കുകയാണ് കേട്ടോ. മഴ പെയ്യുമ്പോഴേക്കിന് പുറത്തത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ അകത്തേക്ക് വന്നപ്പോൾ നമ്മളെ ടേബിളൊക്കെ നല്ല രീതിയിൽ തന്നെ പരന്നിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കട്ടെ. കുട്ടികളൊക്കെ എന്തായാലും ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോ രീതിയിലുള്ള നല്ല പരത്തലും കാര്യങ്ങളൊക്കെ നല്ല മട്ടം പോലെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് നീറ്റാക്കി കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ സ്കൂളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ. പൊതിയാനൊക്കെ ആക്കിയിട്ട് പൊതിയാനൊക്കെ വേണ്ടിയിട്ട് അതോടെ മേശപ്പുറത്ത് തന്നെ വെച്ചതായിരുന്നു. പിന്നെ ഇനി അതൊക്കെ ഒന്നുകൊണ്ട് അടുക്കി പെറുക്കി എടുത്ത് വെക്കട്ടെ. ഇന്ന് ഞാൻ ഫ്ലോർ തുടയ്ക്കുന്നില്ല കേട്ടോ. തുടയ്ക്കാതെ തന്നെ നമുക്ക് നല്ല നീറ്റാക്കിയിട്ട് തന്നെ നമ്മളെ വീടൊന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതാ അവിടെ ഇവിടെയും കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നുകൊണ്ട് മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ സോഫേൻ്റെ വീതിയൊക്കെ ഒന്നുകൊണ്ട് വിരിച്ച് സോഫയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വീതി ഒന്ന് വിരിച്ചിട്ടാൽ തന്നെ നല്ല വൃത്തിയാട്ടോ. ഇത് മാതിരിയാണ് തല്ലിനെ പരം ആ പച്ചൻ്റെ മക്കളെ കളിയാണ് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ. പിന്നെ നമ്മളെ തുണികൾ ഉണങ്ങാത്ത ആ മഴയുള്ള സമയത്തെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മളെ തുണികളൊക്കെ ഒന്ന് അകത്തു കൂടെയൊക്കെ വലിച്ച് വാരിട്ടതാണ്. കോണിയിലെ സ്റ്റെപ്പുമ്മലോ ഒക്കെ തുണികളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെക്കട്ടെ. ഒക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി തുണികളൊന്ന് ഒതുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ തുണികൾ ഒതുക്കൽ എന്നുള്ളത്. കണ്ടമാന ഡ്രസ്സുകളാണ്. പിന്നെ വെക്കാനാണെങ്കിൽ പലമാരിലൊന്നും സ്ഥലമില്ലാത്ത രീതിയിലാക്കി ആയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമ്മളെ തുണിമടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താക്കണം ഞാൻ റൂമൊക്കെ ഒന്നുണ്ട് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മളെ മക്കളൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ എന്താ ബെഡിലൊക്കെ ഏത് നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അതൊക്കെ ഒന്നുകൊണ്ട് തിരിച്ച് എന്താ വിരിച്ച് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ്. പിന്നെ വേഗം തന്നെ ഒന്നുകൊണ്ട് തട്ടിക്കൊട്ടിയൊക്കെ ഒന്നുകൊണ്ട് അടിച്ചൊരി കഴിഞ്ഞാലേ പിന്നെ നമ്മളൊന്ന് തുടയ്ക്കണില്ല കേട്ടോ. ഒന്ന് എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് ഈർപ്പം ഭയങ്കരമാണ്. പിന്നെ അതുകൊണ്ട് ഒന്ന് തുടയ്ക്കാൻ വിചാരിച്ചിട്ടില്ല. ഇന്നൊരു കള്ളപ്പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മാത്രമല്ല നമ്മളെ കുട്ടീസാൾ ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. തുടച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് നടക്കാതെ ഒന്ന് ഒതുങ്ങി നിൽക്കണം. ഇത് ഇപ്പം നടക്കൂല കേട്ടോ. അതുകൊണ്ട് ഇനി രാത്രി എപ്പോഴെങ്കിലുമൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കണം. എന്താണ് നല്ലോണം ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്ത് മഴ തകൃതിയായിട്ട് തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളമുള്ള മഴ. പേടിയാവുമല്ലേ. 2-3 ദിവസം അടഞ്ഞിട്ടുള്ള മഴയായിരുന്നല്ലോ. അപ്പോൾ നമ്മളെ അന്നത്തെ എന്താണ് ഉരുൾപൊട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാക്കണോ അച്ഛനെ സോപ്പ് ഇടുക കേട്ടോ. അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ അടുത്തന്നെ ഒരു കുളം കേട്ടോ. കുളത്തിൽ നീന്താൻ പോവാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടീസിനൊക്കെ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പേടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ പോണ സമയത്ത് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ.
കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ മക്കളെ കുളം. ഇത് കണ്ടതിൻ്റെ വലിപ്പം നല്ല വലിപ്പമുള്ള കുളമാണ് കേട്ടോ. ഇതിൽ എന്തായാലും കാണാൻ പോയ ആൾക്കാരൊക്കെ അതിൽ കുളിച്ചിട്ടേ കയറി വരുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള കുളമാണ്, നല്ല സൗകര്യമാണ്. പിന്നെ എത്ര ആൾ വന്നാലും കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം കുളി എന്നുള്ളതല്ലായിരുന്നു കേട്ടോ, നല്ലോണം നിന്ന് നീരാടണം എന്നുള്ളതാണ്. നീന്തി കുളിച്ച് നല്ല തേമിർത്ത് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നീന്തം പഠിക്കാനുള്ള കുട്ടികളായിട്ടൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ്. അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കയറി വരികയാണ് കേട്ടോ. ഒരു 2 മണിക്കൂർ നമ്മൾ കുളത്തിൽ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് കുളിയൊക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നിന്ന് ഏതായാലും ഒരു കാട്ടുചേന കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാടൻ ചേന അല്ല കേട്ടോ, അത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന കാട്ടുചേനയാണ്. ഇത് കണ്ടല്ലോ ഒരു കറുത്ത പുള്ളി. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളിത് ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനത് ആദ്യമായിട്ട് വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയൊരു വശമൊന്നും ഇല്ല, പക്ഷേ എന്നാലും ഒറ്റ രീതിയിലൊന്നാണ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അമ്മേനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് വെക്കുക എന്നൊക്കെ. അപ്പോൾ ചക്കക്കുരു നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. ഏട്ടനാണെങ്കിൽ ചക്കക്കുരു വലിയൊരു താല്പര്യം ഇല്ലേനും. എന്തായാലും ഞാൻ കുറച്ച് ചക്കക്കുരു ഒക്കെ തക്കൊണ്ട് തോല് ഒളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ചക്കേൻ്റെയും മാങ്ങേൻ്റെയും കാലത്തൊക്കെ ഉള്ളൂ ഈ വക പരിപാടികളൊക്കെ എടുക്കുക, കുരുവൊക്കെ ഇട്ടിട്ടുള്ള കറി വെക്കലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ. പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ചേന കിട്ടലുണ്ടോ, കാട്ടുചേന കിട്ടലുണ്ടോ, കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്നുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുരു ഇത്ര മതി കേട്ടോ, ചക്കക്കുരു ഇത്ര മതി. ഇനി ഞാനിതാക്കണോ ഈ ചേനൻ്റെ അടിയിലുള്ള കിഴങ്ങുണ്ടല്ലോ നമ്മളെ ആ കിഴങ്ങ് ഭാഗം അത് കളയുന്നുണ്ട്, അത് എടുക്കൂല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചേനേൻ്റെ തണ്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ തോലൊക്കെ ഒന്നുകൊണ്ട് പൊളിച്ച് കളയണം. അപ്പോൾ ഒക്കെ ഒന്നുകൊണ്ട് മുറിച്ച് വൃത്തിയാക്കട്ടെ ഇനി. പിന്നെ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. വലിയ കനമൊന്നുമില്ല, ഒരു മീഡിയം കനത്തിൽ അങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അപ്പോൾ വേവാതിരിക്കില്ല, എന്തായാലും നമ്മളെ കുക്കറിലാണല്ലോ വെക്കുന്നത്. പിന്നെ സാധാരണ ഞാൻ ചേനയൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ കൈ ഭയങ്കരമായിട്ട് ചൊറിയലുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ അറിയില്ല, ചേമ്പ് തണ്ടായിട്ടല്ല ചേനേൻ്റെ തണ്ടായിട്ട് എന്താ അറിയില്ല, ചൊറിച്ചിലൊന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ. പിന്നെ ചില കാലത്തെ ഇത് കറി വയ്ക്കുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളെന്തായാലും ഒന്നുകൂടെ വെച്ച് നോക്കുക. കർക്കിടക മാസത്തിലാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ മഴയൊക്കെ നല്ലോണം പെയ്തതല്ലേ, എന്തായാലും കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്നുകൊണ്ട് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അതാക്കണം ഞാൻ എന്തായാലും കുക്കറിൽ വേഗം ചക്കക്കുരുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽക്കൂടെ തന്നെ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ചേനത്തണ്ടും കൂടിയും ഒന്നുണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചേനത്തണ്ട് കഴുകാൻ വെച്ച സമയത്ത് ഇതാക്കണം ഓരോ കഷ്ണങ്ങളൊക്കെ മുറിക്കാത്തതൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ആ സമയത്തൊക്കെ ഒന്നുകൊണ്ട് മുറിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചൊറിച്ചിലില്ല കേട്ടോ, കഴുകുമ്പോഴും ചൊറിച്ചിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ അപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ വേഗം വെക്കായിരുന്നു. ഞാൻ വേഗം സ്റ്റൗമ്മലൊക്കെ ഇത്തിരി ചോറൊക്കെ വെച്ചിട്ടോ, നമ്മളെ നീരാട്ടും മാറാട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിനെ. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ ഒന്നുകൊണ്ട് ഊറ്റി വെക്കട്ടെ. അപ്പോഴേക്കും നമ്മളെ ചേനത്തണ്ട് അരിഞ്ഞതും കൂടി നമ്മളെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിത് വേവിക്കുന്ന സമയത്തുണ്ടല്ലോ അതിലൊന്നും ഇട്ട് കൊടുക്കണില്ല. വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല, ചിലപ്പോൾ ഇനി വെന്തിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊക്കെ ഒന്നുകൊണ്ട് അടച്ച് വെച്ച് കൊടുക്കട്ടെ. പിന്നെ നമുക്കുണ്ടല്ലോ ഇതിക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണം കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളകും കൂടി ഇട്ട്. നമ്മൾ കറിയിൽ മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നുകൊണ്ട് അരക്കട്ടെ. അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കറിക്ക് ഞാൻ വാളംപുളി അല്ല ഇട്ട് കൊടുക്കുന്നത്, പകരം തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നല്ലോണം അങ്ങോട്ട് അരച്ചിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു 3 വിസിൽ വരെ ഇത് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിക്ക് കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഈ വെന്ത സമയത്താണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ സമയത്ത് തന്നെ അരപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അരച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഒന്ന് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ കറീൻ്റെ പരിവം ഇതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നേരം ഒന്നുകൊണ്ട് കത്തിച്ചതിന് ശേഷം ഒന്ന് വറവിടാം കേട്ടോ. വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കറി താളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് അത് താളിച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൂട്ടി ചോറുണ്ടാകും നല്ല രസം കിട്ടും. എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നല്ല സൂപ്പർ കാട്ടിച്ചേന കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക. അപ്പോൾ ഇനി പിന്നെ വരാം. അപ്പോൾ ടാറ്റാ.